വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർക്കിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും പോകുന്നത് മീസാൻ ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള അയർലൻഡിലെ ഒരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 2 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സുമായിട്ടാണ് വന്നത്. അവരെല്ലാം നമ്മൾ വഴിയെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഫുൾ വീടായിട്ട് നമ്മൾ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. അവിടെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ പുറയിൽ കാണുന്ന വീട്ടിലേക്കാണ് നമ്മൾ ഒരുപാട് മലകൾ ചുറ്റി ഇങ്ങെത്തി. ഗംഭീരമായിട്ടുള്ളൊരു വീടാണ്. നമ്മൾ അകത്തേക്ക് കയറാൻ പോവുകയാണ്. നമ്മളിത് Airbnb വഴിയാണ് ബുക്ക് ചെയ്തത്. കീ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് കീ ഒക്കെ എടുക്കാം. ആദ്യം ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി പുറകെ നമ്മുടെ 2 വണ്ടിയും കൂടെ വരുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ വീട് കണ്ട റിവർ വ്യൂ, ഈ ഒരു സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരുടെ. അപ്പം ഗംഭീരമായിട്ടുള്ള വീടാണ്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. കയറി വരൂ. എന്റെ മോനെ ഇതൊരു കൊട്ടാരമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതെന്തുവാ ഇത് കൊട്ടാരമാണോ നിങ്ങൾ ബുക്ക് ചെയ്തത്? ഇത് എന്തോന്ന്? എന്താ വ്യൂ അമ്മ. നമുക്കെന്നാ ഇവിടെ ഇനി സുഖിക്കാം. ഇന്നൊരു ദിവസം ഫുള്ള് നമ്മളിവിടെ നമ്മൾ മീസാൻ ഹെഡ് കാണാൻ വേണ്ടി ശരിക്കും നമ്മൾ വന്നതാണ്. നാളെ ഞങ്ങൾ പോകത്തുള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ ഞങ്ങൾ രാവിലെ ഞങ്ങൾ താമസിക്കുന്ന ബ്രേ ആ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അത്യാവശ്യം ഏകദേശം ഒരു 400 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിർത്തി ഇങ്ങനെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങി പോന്നു. 3 വണ്ടിയിലാണ് വന്നത്. അപ്പം ഗംഭീരമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഗ്രില്ലാണോ? ഗ്രില്ലടിക്കാൻ പോണ്ടേ? കോഫി കുടിക്കാനുള്ള സ്ഥലം, സൂപ്പർ സ്ഥലം. നമ്മളങ്ങനെ വീടിൻ്റെ പുറകോട്ട് വരുമ്പോൾ ഇവിടെയായിട്ട് 3 നമുക്ക് കയറാൻ പറ്റുന്ന തരത്തിലുള്ള വീടുകൾ പോയാൽ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്തെല്ലാം നമുക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളാട്ടോ. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ടേബിൾ ടെന്നീസ്, ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെയായിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു റൂം പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കോഫി കുടിക്കാനും അല്ലെങ്കിൽ നമുക്ക് കയറി എൻജോയ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ഒരു ഇതാട്ടോ. നമുക്ക് സെറ്റപ്പായിട്ട് ഇങ്ങനെ ഇരിക്കാം. കുറച്ച് നേരം ശാന്തസുന്ദരമായി ഇവിടെ വന്നിരിക്കാം. നമ്മളങ്ങനെ വീടിൻ്റെ പുറകോട്ട് വരുവാണ്. പുറകോട്ട് വന്നപ്പോഴത്തേന് ഇത് കണ്ടോ, ഇവർ ഇവിടെ കിടന്ന് അവിടെ എങ്ങനെ ഈ ചാടുന്ന ഈ സാധനങ്ങളും എല്ലാം ഉണ്ട്. ഇത് കണ്ട് ഇവിടെ എന്നാൽ നമ്മൾ ഈ ടേബിൾ ടെന്നീസ് കളിക്കുന്ന ഇവിടെയാണ്. അവിടെ നമ്മളിപ്പോൾ കയറി ഇതവരുടെ ഈ ടൂൾസൊക്കെ വെക്കുന്ന റൂമാണ്. ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന ആ ഒരു ഫുൾ എൻ്റയർ വീട്. ഇത് കണ്ട, ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവർ ദേ ഇവിടെ ഒന്ന് ചാടി കളിക്കുക. പിന്നെ കേറ് ചാട്. നമ്മൾ വീടെടുത്തേക്കുന്ന ഈ ഭാഗത്തെല്ലാം ആ ഭാഗത്തായിട്ടെല്ലാം റിവറുണ്ട്. ആ റിവറിൻ്റെ പേര് ഞാൻ തപ്പിട്ട് പറയാം. ഇത്രയും ഒരു പോർഷൻ, ഏകദേശം ഒരു 50 സെൻറ്റോളം സ്ഥലം ഇവർ ഈ പ്രോപ്പർട്ടി ആയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവരിവിടെ വന്നതിൽ ഈ സാധനത്തിൽ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനോഹരമായിട്ടുള്ള ഈ വീടിൻ്റെ ബാക്ക് യാർഡിലായിട്ട് ഇവിടെ നമ്മൾ കളിക്കാനുള്ള കുറേ സംവിധാനങ്ങൾ ഇവിടെ ഞാനും അതുപോലെ പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റപ്പുണ്ട്. ഇവിടെയാണ് ട്രാംപോളിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാടാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പും ഓരോ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. ഏകദേശം 900 യൂറോയോളം നമ്മൾ 935 യൂറോയോളം ഞങ്ങൾ 11 പേർക്ക് വേണ്ടി ഇവിടെ പേ ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേന് ഏകദേശം ഞാൻ ഒരു 60 അല്ലെങ്കിൽ 80 യൂറോ ഒക്കെ വെച്ച് വരത്തുള്ളൂ. നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോർക്കിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ കിൻസൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗണിൻ്റെ ഒരു മലയുടെ മുകളിലാണ് നിൽക്കുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേന് ഇത് കണ്ടോ, ഇവിടെ ഒരു ഗംഭീരമായിട്ടുള്ള ബെഡ്റൂമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയുള്ള ഒരു 3-4 ബെഡ്റൂം നമുക്കുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ബെഡ്റൂമുണ്ട്.
അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരുപാട് ബെഡുകളുള്ള ഏകദേശം നമുക്ക് 6-7 പേർക്ക് ഇവിടെ താമസിക്കാനുള്ള ഇങ്ങനെ ബെഡുണ്ട്. ഇതെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ, നല്ല സൂപ്പറാണ്. ഇതൊരു അവരുടെ ഒരു സ്റ്റോർ റൂമാണ്, ഇതൊരു ടോയ്ലറ്റാണ്, ഇതൊരു ബെഡ്റൂമാണ്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഞങ്ങൾ ടൗണിലോട്ടൊന്ന് ഇറങ്ങി. ഞങ്ങൾ ഈ നിൽക്കുന്ന ഈ പ്രദേശത്തുനിന്ന് ഈ വീടിൻ്റെ അവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് ടൗണായിട്ടുള്ളത്. അവിടെ പോയി ഞങ്ങൾ സൂപ്പർ വാലിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് വന്ന് വൈകുന്നേരം ഡിന്നറും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി. നമുക്ക് പുറത്ത് കടയിലൊന്നും പോയി കഴിഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടുള്ളതൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന ടൈപ്പിലുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. കുറച്ച് ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുക്ക് ചെയ്യണം. ഒരു ചായ ഇട്ട് ഞങ്ങൾ ഓൾറെഡി കുളിച്ചു. ഞാൻ ഇനിയിപ്പം പോയി നമുക്ക് ചിക്കൻ കഴിക്കണം. പിന്നെ കുറച്ച് കലാപരിപാടികളുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പിറ്റേ ദിവസം നാളെ രാവിലെ എഴുന്നേറ്റ് വേണം നമുക്ക് മീസൺ ഹെഡ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം. എക്സോസ്റ്റ് സെറ്റപ്പ് സാധനം കേട്ടോ. ഇത് ഇങ്ങനെ താഴേന്ന് പൊങ്ങി വന്ന കേട്ടോ. നമ്മളിവിടെ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേന് ഞങ്ങൾ ഞെക്കി താഴേന്ന് മേളിലോട്ട് പൊക്കിയതാ. അപ്പോൾ ഈ താത്താനുള്ള ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ? ആ ഇതാണ്. ഓ ആരാ? അതെ, എഞ്ചിനീയർ ആരാണ്? അത് ഈ സാധനം താഴ്ന്നു കേട്ടോ. ഇതിന് ഞെക്കി കഴിഞ്ഞാൽ വീണ്ടും പൊങ്ങി വരും. എക്സോസ്റ്റാ. ഇപ്പൊ സമയം എത്രയാണെന്നറിയോ? 9 മണി രാത്രിയിലെ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ഉണ്ടോ? നമ്മൾ വീടിന് പുറത്തിറങ്ങി ഇവരിവിടെ ഗെയിം കളിക്കുന്നുണ്ട്. നമ്മളത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങോട്ട് കയറുകയാണ്. നമ്മൾ കുറച്ചു നേരം മുമ്പ് കണ്ടായിരുന്നു. പിന്നെ അതിനകത്തോട്ട് കയറി ഇതുണ്ടോ, ഇവർ ടേബിൾ ടെന്നീസ് കളിച്ചോണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ ശല്യം ചെയ്യാം. എന്താ അല്ലേ മനോഹരമായ ഒരു സാധനത്ത് നമ്മളിന്ന് ടെന്നീസ് കളിക്കുകയായിരുന്നു. അത് ഇതിനകത്ത് അപ്പോൾ വീടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് യാർഡിൽ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. നമ്മൾ ആരെങ്കിലും ഒക്കെ വീട്ടിൽ വരുമോ, അല്ലെങ്കിൽ നമുക്ക് പിള്ളേർക്ക് തന്നെയൊക്കെ ആണെങ്കിലും കളിക്കാനായിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ളൊരു സ്പോട്ട്. അവിടെയായിട്ട് വേണേൽ ചായ കുടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു സ്പോട്ട് അതിനകത്തുണ്ട്. അതവരുടെ ഒരു ടൂൾസൊക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ആ പുറകിൽ കാണുന്ന ഈ കൂടാരം പോലെ ഇരിക്കുന്നത്. ഗംഭീരമായി, എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി. നമ്മളങ്ങനെ ഗെയിമൊക്കെ കളിച്ചുകൊണ്ട് ഇവിടെ പാട്ട് മത്സരം നടക്കുക കേട്ടോ. ഇവിടെ ഭയങ്കര പാട്ടാണ് കേട്ടോ, അന്താക്ഷരിയാണ്. ഇവിടെ പരിപാടി നടത്തുമ്പോൾ ഇവിടെ നമ്മൾ ചിക്കൻ വെച്ചേക്ക് കേട്ടോ. കണ്ടോ, ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഏകദേശം രാത്രി ഒരു 10:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിടക്കാൻ പോവാണ്. ഗേറ്റൊക്കെ പൂട്ടി നമ്മൾ ഇവിടെയായിട്ട് ഇതുണ്ടോ, ഗേറ്റൊക്കെ നമ്മൾ ലോക്ക് ചെയ്തു. ഇപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഭാഗത്തായിട്ട് കണ്ട അവിടെ ഒരു വീടും പിന്നെ ഈ താഴെയായിട്ടൊരു വീടേ ഉള്ളൂ ഈ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ. അപ്പം ഇവിടെ നമ്മുടെ വണ്ടികളെല്ലാം കിടപ്പുണ്ട്. നമ്മൾ അകത്ത് ലൈറ്റൊക്കെ ഇട്ട് അവരിരുന്നുകൊണ്ട് ഇങ്ങനെ ചീട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കൂടെ ഇങ്ങനെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെന്നിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കഴിച്ച് നമ്മൾ കിടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് രാത്രിയായപ്പോൾ നമ്മൾ ഇവിടുത്തെ വീടിൻ്റെ ഒരു കാഴ്ചയാണ്. അതുകൊണ്ടോ നല്ല അടിപൊളി ടേബിളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് വേണം ഇവിടെ ഇറങ്ങിയിരിക്കാം. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഇതെല്ലാം ഇവിടെയായിട്ട് ഇവർ ഇരുന്നത് ഇതുണ്ടോ, ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേന് കിൻസെയിൽ യാട്ട് ക്ലബ്. ഗംഭീരമായിട്ടുള്ള